സത്വ രജ തമോ ഗുണങ്ങളെക്കുറിച്ച്, പ്രകൃതി ഗുണങ്ങളെക്കുറിച്ച് സാമാന്യമായി ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ മൂന്ന് ഗുണങ്ങളിൽ സത്വഗുണമാണ് ഏറ്റവും നല്ലതെന്നും, അതായത് രജോ ഗുണത്തെ അപേക്ഷിച്ച് സത്വഗുണമാണ് നല്ലത്, തമോ ഗുണത്തെ അപേക്ഷിച്ച് രജോ ഗുണം നല്ലതാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കി. തമോ ഗുണം, ആ തമോ ഗുണത്തിന്റെ പ്രത്യേകതകൾ അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത് ഒട്ടും തന്നെ അനുകരണീയമായ അല്ലെങ്കിൽ ആശാസ്യമായ ഒരു ഗുണമല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ അതിജീവിച്ച് മതിയാകും. രജോ ഗുണത്തിലൊക്കെ ചില അംശങ്ങൾ നല്ലതായിട്ടുണ്ട്. സത്വഗുണത്തിൽ നല്ല അംശങ്ങൾ ധാരാളമായിട്ടുണ്ട്. എന്നാൽ തമോ ഗുണത്തിൽ അതിന്റെ ഗുണവിശേഷങ്ങൾ ആലസ്യം, നിദ്ര, അതുപോലെ തന്നെ തെറ്റിനെ ശരിയായി മനസ്സിലാക്കുക, ശരിയെ തെറ്റായി മനസ്സിലാക്കുക, മറവി, അശുഭാപ്തി വിശ്വാസം, ലോകം നന്നാവില്ലെന്നുള്ള ഭാവം, ഇതൊക്കെ അതിന്റെ ഗുണവിശേഷങ്ങളാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ തക്ക ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, ജീവിതം എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ മാറി കൂടുതൽ നല്ല ഒരവസ്ഥയിലേക്ക് പോകണം. ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും എല്ലാം നമുക്ക് മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ഉയരണമെന്നാണ് നമ്മളുടെ താല്പര്യം. അതുകൊണ്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തമോ ഗുണത്തെ ഇല്ലാതാക്കിയേ മതിയാകൂ. ഈ തമോ ഗുണത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് തമോ ഗുണ ലക്ഷണങ്ങളെന്ന് മനസ്സിലാക്കണം. അതിനെന്താണ് മരുന്നെന്ന് കണ്ടുപിടിക്കണം. ഇതിന് ഒരു മരുന്ന് നമ്മുടെ പ്രാചീന ഋഷിമാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്ഭുതകരമായി തോന്നാം. ആ മരുന്ന് മറ്റൊന്നുമല്ല, കായികാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കായികാധ്വാനം ചെയ്യുക, കളികളിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് നമ്മളുടെ ശരീരത്തിന് ഒരു ഉണർവ് നൽകും, ശരീരത്തിന് ആരോഗ്യം നൽകും, ശരീരത്തിന് ഒരു ഉത്തേജനം നൽകും. ശരീരവും മനസ്സും വളരെ അടുത്ത ബന്ധമുള്ളതിനാൽ ശരീരത്തിന് വരുന്ന നല്ല മാറ്റങ്ങൾ മനസ്സിനെയും സ്വാധീനിക്കും. അങ്ങനെ ആലസ്യത്തിൽ നിന്നും, അതുപോലെ തന്നെ അലസതാ മനോഭാവത്തിൽ നിന്നും, ലോകം മോശമാണെന്ന ചിന്തയിൽ നിന്നൊക്കെ ആ വ്യക്തിക്ക് മോചനം കിട്ടുകയും ചെയ്യും. അപ്പോൾ തമോ ഗുണത്തെ അതിജീവിക്കുവാനുള്ള, തമോ ഗുണത്തെ തോൽപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമമായ വഴി എന്ന് പറയുന്നത് കായിക അധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് രജോ ഗുണത്തെക്കുറിച്ചാണ്. രജോ ഗുണം, അതിന്റെ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, രജോ ഗുണത്തിന് നല്ല വശങ്ങൾ ചിലതൊക്കെ ഉണ്ട്. കാരണം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക, അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുവാനുള്ള ഊർജം ഉണ്ടായിരിക്കുക, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനാണെന്നുള്ള തോന്നലുണ്ടായിരിക്കുക, മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത് എന്റെ ചുമതലയാണെന്നുള്ള ബോധമുണ്ടായിരിക്കുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നല്ല ചില വശങ്ങളൊക്കെ അതിനുണ്ട്. അതേസമയം അതിന് ചീത്ത ചില വശങ്ങളുമുണ്ട്. അത് അമിതമായ കാമം, ക്രോധം, ആസക്തി, ആർത്തി, ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മലയുടെ മുകളിൽ മഴ പെയ്യുമ്പോൾ അത് ഒരു ചാലിലൂടെ മാത്രം ഒഴുകി വരികയാണെങ്കിൽ ആ ചാലിൽ ഒഴുകുന്ന വെള്ളത്തിന് ശക്തി ഉണ്ടാകും. അത് അതിന്റെ വലിയ തോതിലുള്ള ആ മലവെള്ളപ്പാച്ചിലായിട്ടൊന്നും മാറും. നേരെ മറിച്ച് അത് പല വഴികളിലൂടെ തിരിയുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ശക്തി കുറയും. നമ്മുടെ ഊർജം, നമ്മുടെ ശക്തിയുടെ വിഭജനം ചെയ്തു പോകുമ്പോൾ അത് നമുക്ക് ഉന്നതിയിലേക്കുള്ള മാർഗത്തിൽ തടസ്സമാണ്. അതുകൊണ്ട് രജോ ഗുണം തങ്ങളുടെ പ്രകൃതിയിലുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് പല കാര്യങ്ങളും ചെയ്യാതെ തങ്ങളുടെ ഊർജം പ്രത്യേകമായി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഊർജവും നമ്മളുടെ ശക്തിയും നമ്മളുടെ സമയവും എല്ലാം ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് മാത്രം ഊന്നുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി, ഏറ്റവും കൂടുതൽ മേന്മ ഉണ്ടാക്കുവാൻ സാധിക്കും. അത് രജോ ഗുണത്തിന്റെ മറ്റു ദോഷവശങ്ങളെല്ലാം മാറ്റിത്തീർക്കുകയും ചെയ്തു. ഇങ്ങനെ തമോ ഗുണവും രജോ ഗുണവും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് സത്വഗുണമാണ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ നല്ലൊരു ഗുണമാണ്. സാത്വികനായിരിക്കുക എന്നുള്ളത് സന്തോഷകരമായൊരു അനുഭവമാണ് തനിക്കും മറ്റുള്ളവർക്കും. സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും അഹിംസയിലുമുള്ള വിശ്വാസം. അഹിംസ എന്ന് പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ
കൊല്ലാതിരിക്കുക എന്ന് മാത്രമല്ല, ജീവജാലങ്ങളെ കൊല്ലാതിരിക്കുക എന്ന് മാത്രമല്ല, ചരാചരങ്ങളോടും യാതൊരുവിധ ദ്രോഹവും കാണിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് അഹിംസ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിന്റെ നിർമ്മലത അല്ലെങ്കിൽ നൈർമല്യം, ചെയ്യുന്ന കാര്യങ്ങളിലെ സുതാര്യത, സത്യത്തിലുള്ള വിശ്വാസം, ധൈര്യം, ഇതെല്ലാം സത്വഗുണത്തിന്റെ പ്രത്യേകതകളാണ്. അതുകൊണ്ട് സാത്വികനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. തമോ ഗുണത്തെക്കാളും രജോ ഗുണത്തെക്കാളും ഏറ്റവും അശാസ്യമായ ഒരു ഗുണമായി അവിടെ സത്വഗുണം വിരാജിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്, സത്വഗുണം വളരെ നല്ലതാണെങ്കിലും അതിലും ചില ചെറിയ ദൂഷ്യവശങ്ങളുണ്ട്. അതിനെ കൂടി നമ്മൾ അതിജീവിക്കണം. എന്താണ് സത്വഗുണത്തിന്റെ ദൂഷ്യവശങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. നന്ദി, നമസ്കാരം.